So thank you for having me. Sham said this is the first time in Malayalam film history a snipe shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. ഞാൻ വിഷ്ണുവാസിയ. അപ്പോൾ ഞാൻ RDXന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഫൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഒരു നോർമൽ ഇതുപോലെ ഇങ്ങനൊരു ക്ലബിനകത്ത് ഒരു ഗോഡ് ഫാദർ എന്നല്ല ആ തോക്ക് വെച്ചിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ ജോലിയാണ് ആ ഇതുണ്ടല്ലോ, അതായത് രാജേട്ടന് തോക്ക് വെച്ചിട്ട് അങ്ങനത്തെ സീൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ഏകദേശം ഒരു ഗ്രാഫ് ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ ഒരു സീൻ കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്നൊരു കാര്യമുണ്ടല്ലോ, എന്തായിരുന്നു അത്? അല്ല ഞാൻ ആദ്യത്തെ ദിവസം അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തേക്കായി കുറച്ചും കൂടെ റൈറ്റ്. ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ടൻ എനിക്ക് പേടിയാ എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പം ശ്യാമേട്ടൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ മതി, ബാക്കി 50% ഞാനാണ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോകണം. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കരുത് എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ താഴെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയുകയാണ്, വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ, പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നെ എടുക്കുകയും സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനടുത്തൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും. ഇവിടെ എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞങ്ങൾ ഈ കാട്ടിൽ പോയൊരു ഇതുണ്ട്, പുഷ്പ മൂവി ഷൂട്ട് ചെയ്ത് ഫോറസ്റ്റിലാണ് ഞങ്ങൾ ഹണ്ടിങ്ങിന് പോകുന്ന സീൻ എടുത്തിരിക്കുന്നത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു കുറഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 4-5 days ഉണ്ടായിരുന്നു അവിടെ, 3 or 4 days. പക്ഷേ ദാറ്റ് വാസ് ഓസം എന്ന് പറഞ്ഞാൽ പോയവർക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങൾ പോയി താമസിച്ചതും കടുവയ്ക്കുണ്ടായിരുന്നു. നിങ്ങളില്ലായിരുന്നു ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് സുരഭിയില്ലാത്തതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ റിലീഫ്. ദിലീഷിന് ചോദിച്ചാൽ പറയും ഏറ്റവും വലിയ റിലീഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് താമസിച്ചത് അവിടെ സാധാരണ ചെറിയ ലോഡ്ജ് പോലത്തെ റൂംസ് ഒക്കെയാണ്. എന്നിട്ട് എല്ലാവരും അവിടെ വി ഓൾ എൻജോയ്ഡ് ലൈക്ക് എനിത്തിങ്. ഒരു 3-4 days ഞങ്ങൾ എൻജോയ് ചെയ്തു. അതൊരു ഞാൻ അനുഭവിച്ച ഇത്രയും നാള് ഞാൻ സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിന്റെ കൂടെ ഷാഫുഷ്കറിന്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിന്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷത്തിന് മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെല്ലാം തീർക്കണം. താങ്ക് യു സോ മച്ച്. തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെന്നാഹെത്തി. ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. ഐ ഹാഡ് നോ ആസ്പിറേഷൻ. ടുഡേ ഈ പടം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവുന്ന. സോ ഐ തിങ്ക് ദ കാസ്റ്റ് കോൾ മീ. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് കോൾ വരാറുണ്ട്. ഞാൻ സിനിമയിൽ കാസർഗോഡ് പോയപ്പോൾ ഞാൻ മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ആർ ബേസ്ഡ്. സോ വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. So it's
when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു കൂട്ടി, ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started, അപ്പോൾ ഇത് മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. then he started dropping names. അപ്പോഴാണ് then the greedy side of my mind started working. So basically I'm here because of greed. Because nobody wants to lose an opportunity to work with these names and the bigger names who are not on stage today. So ഈ സിനിമയിൽ ആക്ച്വലി എന്നെ കാസ്റ്റ് ചെയ്തതും മിലിന്ദ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഹിം. പുള്ളിയാണ് ആദ്യം ഓഡീഷൻ ചെയ്തതും അതിനുശേഷം ആഷിഖേട്ടൻ എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യമേ കേട്ടത്. ഇതിൻ്റെ കാസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും സൂപ്പർ സീനിയർ ആക്ടേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെയാണ് കൂടെ ചെയ്യുന്നത് മനസ്സിലാക്കിയത്. സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെറിയൊരു തല കാണുമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സോ ഹാപ്പി. 3 ദിവസം മുമ്പായിരുന്നു കോള് വരുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന്. വിളിച്ചിട്ട് ഓക്കെ ആഷിഖ് കപൂർ സാറിൻ്റെ മൂവിയാണ്, വിത്തിൻ 3 days പൂജ തുടങ്ങും, ഷൂട്ട് തുടങ്ങും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഈച്ച് ഡേ ഷൂട്ടിങ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും ഈ മൂവിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എല്ലാവർക്കും പടം ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് പരിമൽ. ബിച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പടത്തിൽ. എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഒരു മൂവിൻ്റെ ഭാഗമായാൻ പറ്റിയതിലും വളരെ സന്തോഷം. ആഷിഖേട്ടനും ശ്യാമേട്ടനും ഫുൾ സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഇത് എൻ്റെയും ഫസ്റ്റ് ടൈമാണ്. ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു റൈറ്ററാണ്. അത് പലതവണ പല സിനിമകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്യാമ ആഷിഖേട്ടന് വേണ്ടിയിട്ട് നിരവധി ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പം സോൾട്ടാമ്പൂരിലെ ബാബുച്ചേട്ടൻ്റെ ക്യാരക്ടർ പോലെ. ഈ സിനിമയിൽ എനിക്കാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് സുഹാസും ദിലീഷും ശ്യാമോടെ എഴുതുമ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഒരു സിനിമയിൽ ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും. ചെറിയൊരു ത്രെഡിലൊരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക. ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രസ് മീറ്റിന് 10-20-30 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത്രയും ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും ഒരു 2 മണിക്കൂറിനുള്ളിൽ കിട്ടുക, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഭയങ്കര ആവശ്യമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആഷിഖേട്ടൻ ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എക്സലൻ്റ് ആണ്. അല്ല, സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും ഉറപ്പായിട്ട്. അത് കുറേ നാളിരുന്ന് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഡ്രാഫ്റ്റുകൾ ഇപ്പം ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും, ഇംപ്രൊവൈസേഷൻ സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ഇംപ്രൊവൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്ഷൻസ്, പുതിയ ഫീഡുകളൊക്കെ ആയിട്ട്. നാളെ 2 ചിത്രങ്ങളാണ്. ഓവർ വയലൻസ് ഉള്ള ഒരു ചിത്രവും ഇറങ്ങുന്നു, അത് കോമഡി ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട്. ഇനി ബാറോസ് വരാൻ പോകുന്നു. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഈ സമയത്തൊക്കെ ഇറക്കിയത് കുറച്ച് കണ്ടുപോയി പോകുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു കാര്യം, പിന്നെ നമ്മളിപ്പം എത്രയോ വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ 4, 5, 6 സിനിമകൾ വരുന്നു. ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏത് സീസണിലായാലും 2 നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 2 പടം ഓടും, 4 നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ 4 ഓടും. ഇനി ഒരു പടവും നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത്. 3 കോമ്പറ്റീഷനൊന്നും അല്ല. നമ്മൾ എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ അവധി ദിവസമുണ്ട്. 3, 4, 5 നല്ല പടം വന്നാലും കാണാനുള്ള സമയമുണ്ട്.